ചിക്കൻ 1.5 കിലോ നന്നായി കഴുകിയത്, സവാള ഒരു 4 എണ്ണം വേണം. അരിയാൻ മടിയാണെങ്കിൽ ഒരു റൊമാൻറ്റിക് സോങ് ഒക്കെ കേട്ട് അരിഞ്ഞാൽ മതി, നമ്മൾ അരിയുന്നതേ അറിയില്ല. തക്കാളി ഞാനിവിടെ 2 എണ്ണം എടുത്തിട്ടുണ്ട്. മുളക് 4 ടേബിൾ സ്പൂൺ, ഗരം മസാല 2 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി 1 കുടം ചെറുതായിട്ട് അരിഞ്ഞതാണ്. ചതച്ച് വേണമെങ്കിൽ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ചേർക്കാം. ഇഞ്ചി ഒരു ചെറിയ പീസ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതാണ്. ആവശ്യത്തിന് ഉപ്പ്, പച്ചമുളക് 4 എണ്ണം നെടുകെ കീറി മുറിച്ചതാണ്. ആവശ്യത്തിന് കറിവേപ്പില കൂടിയാൽ നമ്മുടെ ടേസ്റ്റ് കൂടും. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഉരുളി ഉണ്ടെങ്കിൽ അതിൽ ചിക്കൻ വേവിച്ചെടുക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ നമ്മുടെ ചിക്കൻ കറിക്ക്. എണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് കറിവേപ്പില ഇടുക. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി ചേർത്ത് നന്നായി പച്ചമണം മാറുന്നത് വരെ ഇളക്കുക. സവാള ചേർത്ത് കൊടുക്കുക. സവാള ഒന്ന് ഇളക്കിയതിന് ശേഷം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഒന്ന് വാടി വരുന്നത് വരെ അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി തക്കാളി ചേർക്കാം. അതും മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം. ചിക്കൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ടൈം കൺസ്യൂം ചെയ്യാതെ ടൈം എടുത്ത് അത് വരട്ടിയൊക്കെ എടുക്കുന്നതാണ് എപ്പോഴും ചിക്കൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എപ്പോഴും ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ നമുക്ക് സമയമുള്ളപ്പോൾ കുട്ടികൾക്ക് വെച്ച് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കാം. നമ്മൾ ചിക്കന് ഉപ്പ് ചേർത്തില്ലായിരുന്നു. ഈ സമയത്ത് നമുക്ക് ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റോളം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. പകുതി വെന്തു. നമുക്കൊന്ന് മിക്സ് ചെയ്ത് അതിന് ശേഷം പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ആഡ് ചെയ്യാം. ആദ്യം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടിയാണ്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗരം മസാല. ഈ ടൈമിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പും മുളകും പാകമാണോ എന്ന് നോക്കണം. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മറക്കരുത്, നമ്മുടെ ചിക്കൻ വെന്തിട്ടില്ല. കൊതി തോന്നി ആരും എടുത്ത് കഴിച്ചു കളയരുതേ. ഇനിയൊരു 15 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഏകദേശം റെഡിയായി. ഈ ടൈമിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അത് നമ്മുടെ ചിക്കൻ കറിക്ക് ടേസ്റ്റ് കൂട്ടും. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം. എപ്പോഴും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യത്തിന് അത്ര നല്ലതല്ല വെളിച്ചെണ്ണ കൂടുതൽ യൂസ് ചെയ്യുന്നത്. സവാള അരിഞ്ഞപ്പോൾ ഉണ്ടായ നമ്മുടെ വിഷമം ഈ കറി പ്രിയപ്പെട്ടവർക്ക് വിളമ്പുമ്പോൾ അവർ സംതൃപ്തിയോടെ കഴിക്കുന്നത് കാണുമ്പോൾ മാറിക്കോളും.
അപ്പോൾ അതിനായി നിങ്ങളിത് ട്രൈ ചെയ്യുമല്ലോ. താങ്ക് യു.